ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 18 ബുധനാഴ്ചയാണ്. യുദ്ധത്തിന്റെ തീവ്രത വലിയ തോതിൽ കുറയാതെ തന്നെ തുടരുകയാണ്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ഗുണകരമായ മറ്റൊരു കാര്യമുണ്ടായത്. ഇന്ത്യയുടെ രണ്ടാമത്തെ LPG കയറ്റുമതി കപ്പൽ ഗുജറാത്ത് തുറമുഖത്ത് സുരക്ഷിതമായി എത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വിതരണത്തിലുണ്ടായിരിക്കുന്ന അനിശ്ചിതത്വം ഒരു പരിധി വരെ നീങ്ങി എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇന്ത്യയുടെ എണ്ണ ആവശ്യകതയുടെ 85%, ഗ്യാസ് ആവശ്യത്തിന്റെ 50% ഇറക്കുമതി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് കപ്പലുകൾ എത്തിത്തുടങ്ങുന്നു എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇനി ഇന്നലത്തെ വിപണിയിലേക്ക് വന്നാൽ ഒരു ഹൈ വോളറ്റൈൽ ആയിട്ടുള്ള ദിവസമായിരുന്നു ഇന്നലെ നമുക്ക് വിപണിയിൽ കാണാൻ കഴിഞ്ഞത്. ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ ആരംഭിച്ചെങ്കിലും 11 മണിയോടുകൂടി നല്ലൊരു ഫോൾ വരികയും അപ്പോൾ തന്നെ ഒരു റിക്കവറി നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുകയും ചെയ്തു. ഒടുവിൽ അവസാന മണിക്കൂറുകളിലാണ് നിഫ്റ്റിയിൽ നല്ലൊരു റിക്കവറി നമുക്ക് കണ്ടത്. ഇന്ത്യ വിക്സ് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസവും ഇടിഞ്ഞു. ഏകദേശം 14% 2 ദിവസം കൊണ്ട് ഇടിഞ്ഞത്. ഇന്നലെ കുറെ സെക്ടറുകൾ പോസിറ്റീവിൽ തന്നെയായിരുന്നു. പക്ഷെ ചില സെക്ടറുകളും സ്റ്റോക്കുകളും നെഗറ്റീവിലേക്ക് പോയി. അത്തരത്തിൽ OMC കമ്പനികൾ കൊഡാക് ഡൗൺഗ്രേഡ് ചെയ്തതിനെ തുടർന്ന് സ്റ്റോക്കുകൾ 1 മുതൽ 3% വരെ ഇടിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് നടക്കാനിരിക്കുന്ന FOMC മീറ്റിംഗ് തന്നെയാണ്. നിരക്കുകളിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 3 ഇൻഡെക്സുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. നാസ്ഡാക്ക് 0.47% ഉയർന്നു. S&P 500 0.25% നേട്ടമുണ്ടാക്കി. ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി FOMC മീറ്റ് ഇന്നാണ് എന്ന് പറഞ്ഞിരുന്നു. ഫെഡിനെ സംബന്ധിച്ച് ഇപ്പോൾ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ആശയക്കുഴപ്പം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതിനെ തുടർന്ന് നീണ്ടു നിൽക്കുന്ന വിതരണ തടസ്സത്തിലെ ആശങ്കകൾ കാരണം ക്രൂഡ് ഓയിൽ വില $100 മുകളിലായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ സ്ഥിതി തുടർന്നു പോവുകയാണെങ്കിൽ ഉയർന്ന എണ്ണവില മൂലം പണപ്പെരുപ്പ സമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ വിപണി ദുർബലമാവാനും ഇതിലൂടെ സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഫെഡറൽ റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്താനുള്ള സാധ്യതകൾ കുറവാണ്. കാത്തിരുന്ന് തന്നെ കാണാം. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 0.30% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.91% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.18% നേട്ടമുണ്ടാക്കിയപ്പോൾ HDFC ബാങ്ക് 0.97% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.96% നേട്ടത്തിലും ഇന്നലെ ക്ലോസ് ചെയ്തു. ഇനി ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ അവിടെ യൂട്ടിലിറ്റീസ്, ഇൻഷുറൻസ്, ടെലികോംസ് ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകളാണ് നേട്ടമുണ്ടാക്കിയത്. ഇനി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. മിഡിൽ ഈസ്റ്റ് യുദ്ധം മൂലം പണപ്പെരുപ്പ സാധ്യതകൾ മുന്നിൽ കണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ മാസവും പണപ്പെരുപ്പ നിരക്കുകൾ ഉയർത്തുകയുണ്ടായി. കൂടാതെ മറ്റൊരു ഡാറ്റ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ജപ്പാനിൽ നിന്നുമുള്ള എക്സ്പോർട്ട് ഡാറ്റയാണ്. 4.2% നേട്ടമുണ്ടാക്കി. എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന ഒരു എക്സ്പോർട്ട് ഡാറ്റ തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ജപ്പാൻ വിപണിയിൽ ഇന്നൊരു പോസിറ്റീവ് സെന്റിമെന്റ്സും കൂടാതെ കോസ്പി മാർക്കറ്റിലും ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് കാണാം. കോസ്പി മാർക്കറ്റാണ് കൂടുതൽ നേട്ടത്തിലുള്ളത്. 3.61% നേട്ടത്തിൽ. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.48% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,651 എന്ന നിലയിൽ 69 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 30 മുതൽ 35 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഗോൾഡ് പ്രൈസിലേക്ക് വരാം. ഗോൾഡ് പ്രൈസ് ഏറെക്കുറെ സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,15,920 എന്ന നിലയിലാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $103 തുടരുകയാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $73,000 ട്രേഡ് ചെയ്യുന്നത്. ഇനി ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ചോദ്യമായിട്ട് പറയാനുള്ളത്, ഇപ്പോഴത്തെ ഈ ഗ്യാസിൻ്റെയൊക്കെ ക്ഷാമം ദൈനംദിന ജീവിതത്തിൽ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്നത് തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഗ്യാസ് സിലിണ്ടറൊക്കെ കിട്ടാത്തൊരവസ്ഥ ഇത്തവണ നിങ്ങൾക്ക് വന്നിരുന്നോ? ഏതായാലും കമൻറ്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ആദ്യത്തെ വാർത്തയിലേക്ക് വരാം. ഇപ്പോൾ നടക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് ഇന്ത്യയുടെ എക്കണോമിക് അഡ്വൈസർ ആയിട്ടുള്ള വി അനന്ത നാഗേശ്വരൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇനി അവരുടെ അഭിപ്രായത്തിൽ ക്രൂഡ് ഓയിൽ വില $130 വരെയൊക്കെ ഉയരുകയാണ്. അത് 2 മുതൽ 3 ക്വാർട്ടറുകൾ വരെയൊക്കെ നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ GDP വളർച്ച 7.4% നിന്ന് 6.4% കുറയാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇൻഫ്ലേഷൻ വർദ്ധിക്കും. നമുക്കറിയാം, പണപ്പെരുപ്പം ഈ ഫെബ്രുവരി മാസത്തിൽ വർദ്ധിച്ചപ്പോഴും
RBIയുടെ ടോളറൻസ് പരിധിക്ക് ഉള്ളിൽ തന്നെയാണുള്ളത്. അതായത് 3.21% റിപ്പോർട്ട് ചെയ്തിരുന്നത് ഫെബ്രുവരി മാസത്തിൽ. ഇനി ജനുവരിയിൽ അത് 2.75%. പക്ഷേ ഇത്തരത്തിൽ $130 2 മുതൽ 3 മാസം 3 ക്വാർട്ടറുകൾ വരെയൊക്കെ ഈ ക്രൂഡ് ഓയിൽ വില നിലനിൽക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഏകദേശം 5.5% ഉയരാനും സാധ്യതയുണ്ട് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. കറന്റ് ഡെഫിസിറ്റ് 3.2% വർദ്ധിക്കും. ഫിസിക്കൽ ഡെഫിസിറ്റ് 5.6% വരെയും എത്തും. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓയിൽ വില $90 മാത്രമാവുകയാണെങ്കിൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഏകദേശം 7 മുതൽ 7.4% വരെ ആയിരിക്കും എന്നും ഈ റിപ്പോർട്ട് പറയുന്നു. ഇൻഫ്ലേഷൻ നിയന്ത്രണത്തിലുമാകും. ഇനി മറ്റൊരു വാർത്തയുള്ളത്, പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയുടെ LPG ഉപഭോഗം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. മാർച്ചിന്റെ ആദ്യ പകുതിയിൽ കുക്കിംഗ് ഗ്യാസ് ഉപയോഗം 17.3% കുറയുകയും മാസമടിസ്ഥാനത്തിൽ 26.3% ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. സപ്ലൈ തടസ്സങ്ങളും അനിശ്ചിതത്വവും ഡിമാൻഡ് സ്ലോ ഡൗൺ ആയതുമാണ് ഇതിന് കാരണമായത്. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഒരു പാനിക് ബുക്കിംഗ് അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 8.8 മില്യൺ സിലിണ്ടറുകൾ വരെ ബുക്കിംഗ് ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. സർക്കാർ പറയുന്നതനുസരിച്ച് ഹാർമുസ് കടലിടുക്കിൽ ഏകദേശം 3 ലക്ഷം ടൺ LPG കുടുങ്ങിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു ആശങ്ക തന്നെയാണിത്. സപ്ലൈ സ്ഥിരത ഉറപ്പാക്കാൻ സർക്കാർ ആഭ്യന്തര ഉൽപ്പാദനം 38% വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്യാസ് ആവശ്യത്തിൻ്റെ 50% ഇറക്കുമതി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കപ്പലുകൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഗ്യാസ് മൂലമുണ്ടായിരിക്കുന്ന ഈ ഒരു ക്രൈസിസ് കുറച്ചെങ്കിലും കുറയുകയുള്ളൂ. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിന്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228. പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ശ്രീ സിമെന്റ് എന്ന കമ്പനിയാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിൽ പുതിയ ലൈംസ്റ്റോൺ ബ്ലോക്ക് നേടാൻ ബിഡേഴ്സായി കമ്പനിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഭാവിയിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. അടുത്ത വരുൺ ബിവറേജസ് എന്ന കമ്പനിയാണ്. സൗത്ത് ആഫ്രിക്കയിലെ ക്രിക്ലി ഡയറി എന്ന കമ്പനി 131.4 കോടി രൂപയ്ക്ക് വരുൺ ബിവറേജസ് സ്വന്തമാക്കി. ജ്യൂസി ആൻഡ് ഡയറി പ്രോഡക്ട്സ് മേഖലയിലേക്കുള്ള ഒരു പ്രവേശനം കൂടിയാണിത്. മറ്റൊരു കമ്പനി സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് എന്ന കമ്പനി. പ്രൊമോട്ടേഴ്സ് 5.01% ഓഹരികൾ OFS വഴി, അതായത് 1900 ഫ്ലോർ പ്രൈസിൽ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത സ്ട്രൈഡ്സ് ഫാർമ എന്ന കമ്പനിയാണ്. ആഫ്രിക്കയിൽ ബ്രാൻഡഡ് ജനറിക് മെഡിസിൻസ് ബിസിനസ് കമ്പനി വാങ്ങുന്നു. സാൻഡോസ് എന്ന കമ്പനിയുമായാണ് ഇപ്പോൾ അഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. അടുത്ത CESC എന്ന കമ്പനിയാണ്. വിൻഡ് പ്ലസ് സോളാർ ഹൈബ്രിഡ് പവർ പ്രൊജക്ട്സുകൾക്കായി മൾട്ടിപ്പിൾ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. റിന്യൂവബിൾ എനർജി ഗ്രോത്തുമായി ബന്ധപ്പെട്ട നല്ലൊരു ചുവടുവെപ്പ് തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ചത്. അടുത്ത് മഫത്ലാൽ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. ഒഡീഷയിൽ 500 റോബോട്ടിക് ലാബ്സ് സ്ഥാപിക്കാൻ 114 കോടി രൂപയുടെ ഓർഡർ കമ്പനി നേടി. അടുത്തതായി ഹെക്സാവെയർ ടെക്നോളജീസ് ആണ്. 600+ AI ഏജൻസ് ഉള്ള പുതിയ പ്ലാറ്റ്ഫോം കമ്പനി ലോഞ്ച് ചെയ്തു. വിപ്രോ AI സോഫ്റ്റ്വെയർ ഡെലിവറി വേഗത്തിലാക്കാൻ ഹാർഡ്നസ് എന്ന കമ്പനിയുമായി പാർട്ട്ണർഷിപ്പിൽ കമ്പനി ഏർപ്പെടുന്നു. സൈഗാൾ ഇന്ത്യ എന്ന കമ്പനിയാണ് മറ്റൊരു വാർത്തയുള്ളത്. പഞ്ചാബിൽ 207 കോടി രൂപയുടെ പ്രൊജക്റ്റ്, അതിൽ കമ്പനി ലോവർ ബിഡറായി കമ്പനിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. FIDA ആക്ടിവിറ്റിയിലേക്ക്. ഇന്നലെ FISന്റെ സെല്ലിംഗ് കുറഞ്ഞ ഒരു ദിവസമാണ്. 4741 കോടി രൂപയ്ക്കാണ് ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ അവർ സെൽ ചെയ്ത്. DIs ആവട്ടെ 5225 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നലെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നല്ല പുൾ ബാക്ക് ലഭിച്ച ഒരു ദിവസമായിരുന്നു. 23,581 172 പോയിന്റ്സ് അഥവാ 0.74% ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ മാർച്ച് 16-ാം തീയതി തിങ്കളാഴ്ച ഫോമായിരുന്ന ആ ഒരു ഗ്രീൻ ക്യാൻഡിലിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് വെച്ചിട്ടുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 23,760 മുതൽ 23,850 വരെയുള്ള ഈ ഒരു അപ്സൈഡിലെ സോണാണ്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനാണ്.
ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻസ് സോണും പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ടത് തിങ്കളാഴ്ചത്തെ ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ്. ഇനി അടുത്ത ആഴ്ചയിലെ എക്സ്പയറി പ്രകാരം നിഫ്റ്റിയിലെ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 54,876-ൽ 463 പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ട ഒരു ക്യാൻഡിൽ തന്നെയായിരുന്നു ഇന്നലെ ഫോം ആയത്. നമ്മൾ പറഞ്ഞ ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് സോണിൽ നിന്നുമാണ് ഒരു റിവേഴ്സൽ ലഭിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 54,989 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 54,988 നിഫ്റ്റിയിൽ കണ്ടതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഒരേ സമയത്ത് ഒരു റിവേഴ്സലിൻ്റെ സൈൻസ് കാണുന്നത് വളരെ പോസിറ്റീവായി തന്നെ കാണാം. ഇനി മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,500-ഉമാണ്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്.